ഒരു വീടിന് ആവശ്യമായ ബ്രേക്ക്ഫാസ്റ്റും കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും നമ്മൾ റെഡിയാക്കി കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ജോലിക്ക് പോകുന്ന മാതാപിതാക്കൾക്ക് ടെൻഷനില്ല. അവർക്ക് അവരുടെ വരുമാനത്തിൽ നിന്ന് ചെറിയൊരു തുക അതിനുവേണ്ടി നീക്കി വെക്കേ വേണ്ടൂ. ഇത് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവർക്ക് കൊണ്ടുപോവാം. പക്ഷെ നിത്യേന കടയിൽ നിന്നും വാങ്ങിക്കുന്നത് ഒരാൾക്ക് ഇഷ്ടാവില്ല. ഇതിപ്പോ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി പാക്ക് ചെയ്ത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കതൊരു സഹായമാവും, നമുക്ക് കൊള്ളാവുന്നൊരു വരുമാനം ആവും. സംഗതി കുഴപ്പമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കൊറോണ സമയത്തിന് ശേഷം ഇതുപോലുള്ള കൊച്ചു കൊച്ചു ബിസിനസ്സുകളൊക്കെ പല സ്ഥലത്തും പൊട്ടിമുളച്ചിട്ടുണ്ട്. ചിലതൊക്കെ നല്ല വിജയമാണ്. പക്ഷെ ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഇതിനൊക്കെ ആരാ കഷ്ടപ്പെടുന്നത്? ഞാനില്ലേ, എന്നെ സഹായിക്കാൻ അമ്മയില്ലേ, ഞങ്ങള് ചെയ്തോളാം. ഞങ്ങള് ഭക്ഷണം വെക്കുന്ന കൂട്ടത്തില് അവർക്കൂടി കുറച്ച് വെച്ചാ മതിയല്ലോ. അത് വേണ്ടോ? അതിനെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അതേക്കുറിച്ച് ആരും കംപ്ലൈന്റും പറയില്ല. പക്ഷേ എല്ലാത്തിനും കൂടി താൻ ഓടിയാൽ താൻ ബാക്കി ഉണ്ടാവില്ല. കണിമംഗലത്ത് നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ തമ്മിൽ പറഞ്ഞ വാക്കിതാ, എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാന്ന്. അതെന്റെ കാര്യമാ. ഇവിടെ ഞാനോ നീയോ എന്നൊന്നും ഇല്ല. നമ്മൾ രണ്ടുപേരും കഷ്ടപ്പെട്ട് പണിയെടുത്തേ പറ്റൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയേ പറ്റൂ. അച്ഛനോടും അമ്മയോടും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അവര് സമ്മതിച്ചു. അത് ശരി. അപ്പൊ ഇതിനെക്കുറിച്ച് മൊത്തത്തിലൊരു ചർച്ച നടന്നു, തീരുമാനം എടുക്കുകയും ചെയ്തു. എന്നിട്ടാണോ എന്നോട് ചോദിക്കുന്നത്? ഇത് സമ്മതാണോ അല്ലയോ അത് പറ. എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് തോന്നിയിട്ടാണ് താൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയാം. തന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നൊന്നും എനിക്കിഷ്ടമല്ലടോ. ശരി, കുറച്ച് കഴിഞ്ഞിട്ട് വരുന്ന ജോലിയൊക്കെ കിട്ടി വരുൺ നന്നാവുമ്പോ ഞാനങ്ങ് സുഖിച്ചോളാം, പോരെ? ഇതൊന്ന് സമ്മതിക്കേ. അത്യാവശ്യം നീക്കുപോക്കിനൊക്കെ നമ്മുടെ പേഴ്സിൽ എന്തെങ്കിലും ഉണ്ടാവണ്ടേ? അതെ, ഇത് ഈ പറഞ്ഞ സ്ഥലം കൊണ്ട് നിർത്താനാണോ അതോ വലുതാക്കാനാണോ പരിപാടി? ഈ കുറെ ആളുകളെയൊക്കെ കൂട്ടിച്ചേർത്ത്? എന്തായാലും ഇപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ആദ്യം ഞാനിതൊന്ന് ചെയ്തു നോക്കട്ടെ. വിജയിക്കാണെങ്കിൽ അതിലെനിക്ക് സംശയമൊന്നുമില്ല. താൻ സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരാൾക്ക് വെച്ചു വിളമ്പി കൊടുത്താൽ അയാൾ ഫ്ലാറ്റ് ആയിരിക്കും. അക്കാര്യത്തിൽ തന്നെ മറികടക്കാൻ വേറൊരാളില്ല. പിന്നെ എനിക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. കൊള്ളാവുന്നൊരു ഓഫീസാണ്. എൻ്റെ ഒരു പരിചയക്കാരനാ എന്നോട് പറഞ്ഞതും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എനിക്ക് രാവിലെ തന്നെ പോണം. പോയിട്ടോ, നല്ല കാര്യല്ലേ? അല്ല, ഇനിയിപ്പോ ജോലി അന്വേഷിച്ച് പോകുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി ഭക്ഷണം ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? കളിയാക്കണ്ട. ആൾക്കാരുടെ മടി കൂടിക്കൂടി വരിക. രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാമെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളൂ. നമ്മുടെ പോക്കറ്റിലെ പണം വന്ന് ചാടുകയും ചെയ്യും. അതെ, ഫുൾ ടൈം കഷ്ടപ്പെട്ട് കളയരുത്. കുറച്ചു നേരം എനിക്കും വേണം. എന്തിന്? ഈ അലച്ചിലും ക്ഷീണവും ഒക്കെ കഴിഞ്ഞു വരുമ്പോ കുറച്ചു നേരം പ്രേമിക്കണ്ടേ പെണ്ണേ? കണ്ണിൽ നോക്കി കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കണം. കുറച്ചു നേരം തന്റെ മടിയിൽ കിടക്കണം. ആ സമയത്ത് എനിക്ക് അവിടെ ഒരു പൊതി കൊടുക്കാണ്ട് ഇവിടെ ഒരു പൊതി കൊടുക്കാണ്ടും പറഞ്ഞ് ഓടിയാൽ ശരിയാവുമോ?